Hello. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എസെൻഷ്യൽസ് ക്രിട്ടിക്കൽ കെയർ ആൻഡ് നഴ്സിംഗ് സ്കിൽ കോഴ്സ് OT and DT യൂണിറ്റ് 1 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇതാണ്. BLS സ്റ്റാൻഡ്സ് ഫോർ ബേസിക് ലൈഫ് സപ്പോർട്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ് ആൻസർ. ഒരാൾ കൊളാപ്സ് ചെയ്ത് വരുമ്പോഴോ അൺറെസ്പോൺസീവ് ആകുമ്പോഴോ നമ്മൾ ഇമീഡിയറ്റ്ലി ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്ന ഒരു പ്രോട്ടോക്കോളാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ചില ബേസിക് സ്റ്റെപ്സ് ഉണ്ട്, ഇന്റർനാഷണലി അക്സെപ്റ്റഡ് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടാണ് ആളുകൾ നമ്മൾ റിവൈവ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ BLS സ്റ്റാൻഡ്സ് ഫോർ ബേസിക് ലൈഫ് സപ്പോർട്ട്. ആൻസർ എ ആണ്. BLS ഇസ് യൂസ്ഡ് ഇൻ എമർജൻസി സിറ്റുവേഷൻ. പ്രത്യേകിച്ച് അൺറെസ്പോൺസീവ് ആയിട്ടുള്ള ഒരാൾ ഉണ്ടെങ്കിൽ, പെട്ടെന്ന് കൊഴിഞ്ഞു വീഴുന്നു അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യുന്നതാണ് BLS. എമർജൻസി സിറ്റുവേഷൻ. റെസ്പിറേറ്ററി അറസ്റ്റ് മീൻസ് ശ്വാസം നിന്നു പോകുന്നതിനാണ് റെസ്പിറേറ്ററി അറസ്റ്റ്. ശ്വാസം നിന്നു പോകും, പക്ഷേ പൾസ് ഉണ്ടാവും. അപ്പം ലങ്സ് മാത്രം നിന്ന് പോകുന്നതിനാണ് റെസ്പിറേറ്ററി അറസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ആൻസർ ബി ആണ്. കാർഡിയക് അറസ്റ്റ് മീൻസ് ഹാർട്ട് നിന്ന് പോകാം. അപ്പോൾ ഹാർട്ട് നിന്ന് മൊത്തത്തിൽ നിൽക്കും, ഇപ്പം പൾസും കാണത്തില്ല, ബ്രീതിങ് കാണത്തില്ല. ആൻസർ ബി ആണ്. BLSന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഒരാൾക്ക് ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ സേഫ് ആണെന്ന് നോക്കണം. അതിന് സീൻ സേഫ്റ്റി എന്ന് പറയും, അല്ലെങ്കിൽ എൻഷുർ സേഫ്റ്റി എന്ന് പറയും. കാരണം അയാളവിടെ വീണ് കിടക്കുന്നതിൻ്റെ പല കാരണങ്ങളുണ്ടാവും. ചിലപ്പം എന്തെങ്കിലും റിസ്ക്കുള്ള കാര്യം, ഇലക്ട്രിക് ഷോക്കോ അല്ലെങ്കിൽ പോയിസണസ് ഗ്യാസോ, പിന്നെ ആ ഏരിയ ചിലപ്പോൾ സേഫ് ആയിരിക്കത്തില്ല. കാരണം ചിലപ്പോൾ ഹൈറ്റിലായിരിക്കും, ചിലപ്പോൾ വെള്ളത്തിൻ്റെ അടുത്തായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് റിസ്ക് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് വേണം BLSലേക്ക് പോകാനായിട്ട്. ആൻസർ ബി ആണ്. എങ്ങനെയാണ് നമ്മൾ റെസ്പോൺസ് ചെക്ക് ചെയ്യുന്നത്? ബേസിക്കലി റെസ്പോൺസിൻ്റെ സ്റ്റെപ്പിന് ഷേക്ക് ആൻഡ് ഷൗട്ട് അല്ലെങ്കിൽ ടാപ്പ് ആൻഡ് ഷൗട്ട് എന്ന് തോളിൽ തട്ടിയിട്ട് അയാളെ വിളിക്കുക, അയാളെ പേരറിഞ്ഞ് പേര് വിളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വിളിച്ചിട്ട് അയാളെ ഉണർത്താൻ നോക്കണം. അപ്പോൾ ആൻസർ ബി ആണ്. ഇന്ത്യൻ എമർജൻസി നമ്പർ 108 ആണ്. എല്ലാവർക്കും അറിയുന്ന നമ്പറാണ്. ആൻസർ ബി ആണ്. ന്യൂ സീക്വൻസ് ഇൻ BLSൽ പണ്ട് ABC ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, എയർവേ ബ്രീതിങ് സർക്കുലേഷൻ എന്ന് പറയും. പക്ഷേ ഇപ്പം നമ്മൾ ബ്രീതിങ്ങിനോട് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമ്മൾ സർക്കുലേഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം ബ്രീതിങ് മിക്ക ആൾക്കാരും കൊടുക്കാറില്ല. കാരണം ഒരു പരിചയമില്ലാതെ ആളുകൾ ചിലപ്പോൾ ബ്രീതിങ് കൊടുക്കാൻ മടിയുണ്ടാവും. അപ്പോൾ നമ്മൾ മെയിൻലി ചെസ്റ്റ് കംപ്രഷനാണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ സർക്കുലേഷനാണ്. ഇപ്പം CAB ആണ്. ബ്രീതിങ് കൊടുക്കണം നിർബന്ധമില്ല, പക്ഷേ കംപ്രഷൻ എന്തായാലും കൊടുക്കണം. അപ്പോൾ CAB ആണ്, സർക്കുലേഷൻ എയർവേ ബ്രീതിങ് ആണ്. ആൻസർ ബി ആണ്. ചെസ്റ്റ് കംപ്രഷൻ എത്രയാണ് കൊടുക്കുന്നത്? നമ്മൾ കംപ്രഷൻ മാത്രമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു മിനിറ്റിൽ 100 മിനിമം കൊടുത്തിരിക്കുക. 100 തൊട്ട് 120 പെർ മിനിറ്റ്. അതിൻ്റെ ആൻസർ ബി ആണ്. കംപ്രഷൻ ഡെപ്ത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മളൊരു 2 ഇഞ്ച് ഉള്ളിലേക്കെങ്കിലും പ്രസ് ചെയ്യണമെങ്കിൽ ഹാർട്ട് കംപ്രസ് ആയിട്ട് ഹാർട്ടിനകത്ത് കിടന്ന് ബ്ലഡ് പമ്പ് ചെയ്ത് ബ്രെയിനിലേക്ക് പോകുള്ളൂ. നമ്മുടെ മെയിൻ ഉദ്ദേശം ബ്രെയിനിലേക്ക് ബ്ലഡ് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ഇന്നും ഒരു 2 ഇഞ്ചെങ്കിലും അകത്തേക്ക് കംപ്രഷൻ ഉണ്ടാകും. അതാണ് സ്റ്റാൻഡേർഡ് ഡെപ്ത്. ആൻസർ ബി ആണ്. കംപ്രഷൻ റേഷ്യോ 30:2 ആണ്. 30 എന്ന് പറയുന്ന കംപ്രഷൻ, 2 എന്ന് പറയുന്ന റെസ്ക്യൂ ബ്രെത്ത് ആണ്. അപ്പം 30 കംപ്രഷൻ്റെ ഇടയിൽ 2 ബ്രെത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 15:1 റേഷ്യോ ഉണ്ട്. ഇപ്പോൾ 2 ആൻസർ ഉണ്ട്, 15:1 30:2. ഇതിൽ ആൻസർ ബി ആണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ. വിക്ടിംസ് പൊസിഷൻ, കിടക്കുന്ന ആളെങ്ങനെയാണ്, പേഷ്യൻ്റ് എങ്ങനെ കിടത്തേണ്ടത്. അപ്പോൾ ഒരിക്കലും ഒരു കൊളാപ്സ് ആളുടെ എടുത്ത് നിർത്തുകയോ ഇരുത്താനോ പാടില്ല. കാരണം ചിലപ്പോൾ പ്രഷർ കുറവായിരിക്കും, ബ്രെയിനിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കിട്ടാതെ പോകും. അപ്പോൾ നേരെ ഒരു പരന്ന സർഫസിൽ കിടത്തണം. ഏറ്റവും ഒരു കട്ടിയുള്ള സർഫസിൽ തന്നെ കിടത്തണം. കാരണം കംപ്രഷൻ ചെയ്യുമ്പോൾ അടിയിൽ മെത്തയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്രഷൻ എഫക്റ്റ് ആവില്ല. ഒരു ഫ്ലാറ്റ് സർഫേസിൽ, ഫേം ആൻഡ് ഫ്ലാറ്റ് സർഫേസിൽ കിടത്തണം, സുപ്പൈനായിട്ട് കിടത്തണം. ആൻസർ ബി ആണ്. എയർവേ ഓപ്പണിംഗ് എന്ന് വെച്ചാൽ ഹെഡിൽ, ചില്ലിൽ, ജോ ത്രസ്റ്റ്, ഇത് 3 കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഡി ആണ്, ഓൾ. AED എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ ആണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഷോക്ക് കൊടുക്കുന്ന ഒരു മെഷീനാണ്. അപ്പം അത് ഹാർട്ടിൻ്റെ സെൻസ് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് കൊടുത്തോളും. അപ്പോൾ AED ആണ്, ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. ആൻസർ എ ആണ്. AED എന്താ ചെയ്യുന്നത്? AED ഹാർട്ടിൻ്റെ റിതമിനെ ഡിറ്റക്ട് ചെയ്തിട്ട് ആ റിതം അനുസരിച്ച് ഷോക്ക് ഓട്ടോമാറ്റിക്കലി കൊടുക്കും. അപ്പോൾ നമ്മളായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ആൻസർ ബി ആണ്.
ഷോക്ക് എപ്പോഴാണ് കൊടുക്കുന്നത്? AD സെൻസ് ചെയ്ത് റിതം സെൻസ് ചെയ്ത് അത് കൊടുക്കും. അപ്പം ADക്കകത്തൊരു വോയിസ് പ്രോംപ്റ്റ് ഉണ്ടാകും. ആ പ്രോംപ്റ്റ് പ്രകാരമാണ് അത് കൊടുക്കുന്നത്. ഓക്കെ, ആൻസർ ബി ആണ്. ACLS എന്ന് വെച്ചാൽ BLSന്റെ അടുത്ത് അഡ്വാൻസ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ACLS, അഡ്വാൻസ്ഡ് കാർഡിയക് ലൈഫ് സപ്പോർട്ടാണ്. അതിനകത്ത് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുന്ന പേഷ്യൻറ്റ് റിവൈവ് ചെയ്യുന്ന. ആൻസർ ബി ആണ്. ACLSനകത്ത് എന്താ ഉള്ളത്? ACLSന് വേറെ നമ്മുടെ എക്യുപ്മെൻറ്റ്സും ഡ്രഗ്സും മെഷീൻസും എല്ലാം യൂസ് ചെയ്യും. അപ്പം ഡ്രഗ്സ്, എയർവേ ഡീഫ്യൂറേഷൻ, ഓൾ. ആൻസർ ഡി ആണ്. ആംബു ബാഗ് ഇസ് യൂസ്ഡ് ഫോർ. ആംബു ബാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ എയർ ശ്വാസം കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബാഗാണ് ആംബു ബാഗ്. അപ്പോൾ മാനുവലായിട്ട് നമ്മൾ പേഷ്യൻ്റ് ബ്രീത്ത് ചെയ്യാത്തപ്പം നമ്മളായിട്ട് ബ്രീതിങ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മാനുവൽ ബ്രീതിങ് അല്ലെങ്കിൽ ബി. ആൻസർ വെന്റിലേഷനാണ്. ഡീഫിബ്രിലേഷൻ ട്രീറ്റ്സ്. ഡീഫിബ്രിലേഷൻ എന്നാൽ ഹാർട്ടിൻ്റെ റിതത്തിൽ തെറ്റുപറ്റി ഹാർട്ട് കറക്റ്റായിട്ട് ബീറ്റ് ചെയ്യുന്നില്ല, ഇറഗുലറായിട്ട് ബീറ്റ് ചെയ്യുന്നെങ്കിൽ ആ കണ്ടീഷനാണ് ഡീഫിബ്രിലേഷൻ ട്രീറ്റ് ചെയ്യുന്നത്. അത് സാധാരണ വെൻട്രിക്കുലർ ഫിബ്രിലേഷനും വെൻട്രിക്കുലർ ടാക്കികാർഡിയയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ആൻസർ ബി ആണ്. ഇത് ഷോക്കബിൾ റിതംസ് ആണ്. ഈ റിതമിലാണ് ഷോക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഷോക്കബിൾ റിതംസ് എന്നും പറയും. ആൻസർ ബി, VT and VF ആണ്. അഡ്രിനാലിൻ ഡോസ്. അഡ്രിനാലിൻ ഡോസ് എന്താണ്? നോർമലി 1 milligram ആണ് ഡോസ് എന്ന് പറയുന്നത്. എമർജൻസി കൊടുക്കുന്ന ഒരു ഡ്രഗാണ് അഡ്രിനാലിൻ. ഓക്കെ, ആൻസർ ബി ആണ്. CPR നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്ന കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ, ചെസ്റ്റ് കംപ്രഷനും ബ്രീതിങ്ങും നമ്മൾ കൊടുക്കുക, റെസ്ക്യൂ ബ്രീതിങ് കൊടുക്കുന്നതാണ് CPR എന്ന് പറയുന്നത്. ആൻസർ എ ആണ്. CPR എന്തിനാണ് കൊടുക്കുന്നത്? ബേസിക്കലി ഹാർട്ടും ലങ്സും പെർഫോം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, അതിനാണ് ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്നത്. പിന്നെ ലങ്സ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബ്രീതിങ് കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ ബി ആണ്, മെയിൻറ്റെയിൻ സർക്കുലേഷൻ. എപ്പോഴും CPR കൊടുക്കുന്നത്? CPR ബേസിക്കലി ഹാർട്ട് നിന്ന് പോകുമ്പോഴാണ് CPR കൊടുക്കുന്നത്. ഹാർട്ടും ലങ്സും നിന്ന് പോകുമ്പോഴാണ് CPR കൊടുക്കുന്നത്. അത് BLSൻ്റെ സ്റ്റെപ്പിൽ നമ്മൾ ഹാർട്ടിനെ ലങ്സിനെ അസസ് ചെയ്തിട്ട് അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യും. ആൻസർ ബി ആണ്. ജോർത്ത് ഹോസ്റ്റ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ എയർവേ തുറക്കാൻ വേണ്ടി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ പേഷ്യൻ്റെ ജോ പിടിച്ചിട്ട് മൂവ് ചെയ്യുമ്പോൾ എയർവേ ഓപ്പൺ ആവും. അത് ജോർത്ത് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ചെസ്റ്റ് കംപ്രഷൻ എവിടെയാണ് കൊടുക്കുന്നത്? ചെസ്റ്റിന് നേരെ സെൻറ്ററിലാണ്, സ്റ്റെർണം എന്നുള്ള ബോണിൻ്റെ നടുക്കാണ് കൊടുക്കുന്നത്. ആൻസർ ബി ആണ്, മിഡ് സ്റ്റെർണം. റെസ്ക്യൂ ബ്രെത്ത് എത്ര നേരത്തേക്കാണ് ബ്രെത്ത് കൊടുക്കുന്നത്? എത്ര ഡ്യൂറേഷൻ എന്താണ് ഒരു ബ്രെത്തിൻ്റെ? ആൻസർ എ ആണ്, 1 second. അനാഫിലാക്സിസ് എന്ന് വെച്ചാൽ അലർജി, സിവിയർ അലർജിക് റിയാക്ഷൻ ആണ്. എന്തെങ്കിലും ഡ്രഗ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഇൻസെക്ട് ബൈറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ബോഡിക്കകത്ത് എന്തെങ്കിലും പോയ്സണസ് ഉള്ള അല്ലെങ്കിൽ അലർജി ഉണ്ടാക്കുന്ന കെമിക്കൽസ് എൻട്രി ചെയ്യുന്ന ബോഡിക്ക് ഉണ്ടാകുന്ന റിയാക്ഷനാണ് അനാഫിലാക്സിസ്. അത് സിവിയർ റിയാക്ഷൻ ആണ്, അത് ഡെത്ത് വരെ വരാൻ സാധ്യതയുണ്ട്. ആൻസർ ബി ആണ്. അനാഫിലാക്സിസിൻ്റെ കോസ് എന്താണ്? ഇതിനകത്ത് ഡ്രഗ്സ് ആവാം, ഡസ്റ്റ് ആവാം, ഇൻസെക്ട് ബൈറ്റ് ആവാം, ഒരുപാട് കോസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വാട്ടർ എഴുതിയിട്ടുണ്ട്, വാട്ടർ, ഡ്രഗ്സും ഡസ്റ്റും എഴുതിയിട്ടുണ്ട്. പക്ഷേ വാട്ടർ ഒരു കോസ് എന്ന് പറയാൻ പറ്റില്ല, ഡ്രഗ്സും ഡസ്റ്റും എന്തെങ്കിലും കോസാണ്. അപ്പോൾ ഇതിന് ആൻസർ ഓപ്ഷൻ ഇതിനകത്ത് നമുക്ക് ചോയ്സ് ഡി മാത്രമേ ഉള്ളൂ. ആൻസർ ഡി ആണ്. അനാഫിലാക്സിസ് ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത് അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിനാണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ലൈനാണ് കൊടുക്കേണ്ടത്. ഡ്രസ്സിങ് എന്തിനാണ് ചെയ്യുന്നത്? ഡ്രസ്സിങ് പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്ന ഒരു ഇഞ്ചുറി ഉണ്ടെങ്കിൽ അതിൽ ഡസ്റ്റ് വരാതിരിക്കാനും ഇൻഫെക്ഷൻ വരാതിരിക്കാനും പ്രൊട്ടക്ട് ചെയ്യുന്നത് ഡ്രസ്സിങ് കൊടുക്കും. പ്രൈമറി ഡ്രസ്സിങ് എന്ന് വെച്ചാൽ നേരിട്ട് ആ വൂണ്ടിൻ്റെ പുറത്ത് ചെയ്യുന്ന ഡ്രസ്സിങ്ങിന് പ്രൈമറി ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കോൺടാക്റ്റിൽ വരുന്നതാണ്. വൂണ്ടിൻ്റെ പുറത്ത് നേരിട്ട് നമ്മൾ മെഡിസിൻസ് വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് ഡ്രസ്സിങ് ചെയ്യുമ്പോൾ അതിന് പ്രൈമറി ഡ്രസ്സിങ് എന്ന് പറയും. സെക്കൻഡറി ഡ്രസ്സിങ് വെച്ചാൽ ആ ഡ്രസ്സിങ്ങിനെ സപ്പോർട്ട് ചെയ്യുക അടുത്ത ഡ്രസ്സിങ് ചെയ്യുന്നതിന് ഔട്ടർ ലെയർ ആണ് സെക്കൻഡറി ഡ്രസ്സിങ്. ആൻസർ ബി ആണ്. ഐഡിയൽ ഡ്രസ്സിങ് എന്ന് പറയുന്നത് അത് ഡ്രൈ ആവാൻ പാടില്ല, അതിനകത്ത് ഈർപ്പമുണ്ടായിരിക്കണം. നമ്മൾ സൊല്യൂഷനോ അല്ലെങ്കിൽ മെഡിസിൻസോ ഓയിൻമെൻറ്റ്സോ വെച്ചിട്ട് ഡ്രസ് ചെയ്യുമ്പോൾ അത് മോയിസ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹീലിംഗ് പ്രൊമോട്ട് ആവും. ആൻസർ ബി ആണ്. OT സ്റ്റാൻഡ്സ് ഫോർ ഓപ്പറേഷൻ തിയേറ്റർ. ആൻസർ എ ആണ്. OT എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റെറൈൽ ആയിരിക്കണം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആൻസർ ബി ആണ്.
സർജിക്കൽ മാസ്കിൻ്റെ പർപ്പസ് എന്താണ്? ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാതിരിക്കാനും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസോ നമ്മുടെ ശരീരത്തിൽ കയറാതിരിക്കാൻ നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നു. നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അടുത്ത ആൾക്ക് പോകാതിരിക്കാൻ മാസ്ക് ഉപയോഗിക്കുന്നു. സർജിക്കൽ മാസ്ക്. ബി ആണ് പ്രിവെൻറ്റ് ഇൻഫെക്ഷൻ. പൾസ് ഓക്സിമീറ്റർ ഓക്സിജൻ്റെ പെർസെൻറ്റേജാണ് നോക്കുന്നത്. അത് നോൺ ഇൻവേസീവ് മെത്തേഡാണ്. ഓക്സിജൻ്റെ പെർസെൻറ്റേജ് സാച്ചുറേഷൻ അല്ലെങ്കിൽ SpO2 എന്ന് പറയും. ആൻസർ ബി ആണ്. സ്ട്രെച്ചർ എന്തിനാണ്? പേഷ്യൻറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ്. അത് അറിയാവുന്ന കാര്യമാണ്. ട്രയാജ് എന്ന് വെച്ചാൽ എന്താണ്? ട്രയാജ് മീൻസ് നമ്മൾ ഒരുപാട് പേഷ്യൻസ് വരുമ്പോൾ നമുക്ക് ഏത് പേഷ്യൻ്റ് ആദ്യം കാണണം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആ സമയത്താണ് നമ്മൾ പേഷ്യൻ്റ് സീരിയസ്നെസ് അനുസരിച്ച് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. വളരെ സീരിയസ് ആയിരിക്കും, കുറച്ച് സീരിയസ് ആയിരിക്കും, ഒട്ടും സീരിയസ് അല്ലാത്തതായിരിക്കും, ചിലപ്പം ഡെത്തായിട്ടുള്ള പേഷ്യൻ്റ് വരാം. ഒരുപാട് പേഷ്യൻസ് ഒരു സമയത്ത് വരുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിൻ്റെ സീരിയസ്നെസ് അനുസരിച്ച് നമ്മളതിനെ പ്രയോറിറ്റൈസ് ചെയ്യും, അതിനെ കാറ്റഗറൈസ് ചെയ്യും. അങ്ങനെ ട്രയാജ് എന്ന് പറയുന്നത് ആൻസർ ബി ആണ്. അപ്പോൾ ട്രയാജിൽ ചിലപ്പം നമ്മൾ കളേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പം റെഡ് ടാഗ് അല്ലെങ്കിൽ റെഡ് സോൺ ഒരു ഏരിയസിൽ പേഷ്യൻ്റ് കിടക്കുക. അപ്പോൾ ഏറ്റവും എമർജൻസി ആയിട്ടുള്ള പേഷ്യൻ്റിന് റെഡ് കളർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെഡ് ടാഗ് യൂസ് ചെയ്യുന്നത് അത് ഇമ്മീഡിയറ്റ്ലി നോക്കേണ്ടതാണ്. ഗ്രീൻ എന്ന് പറയുമ്പോൾ അത് അത്ര സീരിയസ് അല്ല, മൈനറാണ്. കുറച്ച് കഴിഞ്ഞ് നമുക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നോക്കിയാൽ മതി. അപ്പം ബി ആണ് ആൻസർ. ബ്ലാക്ക് മീൻസ് പേഷ്യൻ്റ് ഡെത്തായി, ഇനി അങ്ങോട്ട് പേഷ്യൻ്റ് പുറത്ത് നമ്മൾ പോകേണ്ട കാര്യമില്ല, ബാക്കി എമർജൻസി നമ്മൾ മാനേജ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ആൻസർ ബി ആണ്. OTക്കകത്ത് പല സോണുണ്ട്. സോൺ 1 ഉണ്ട്. ഇപ്പോൾ സോൺ 1 എന്ന് പറയുമ്പോൾ ആൻസർ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻ കുറവാണ്. അവിടെ കുറച്ച് ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നോൺ റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. ആൻസർ ബി ആണ്. ഏറ്റവും പുറത്തുള്ള സോണാണ് സോൺ. സോൺ 3 വളരെ സ്റ്റെറൈൽ ആയിട്ടുള്ള ഏരിയയാണ്. അവിടെ ഓതറൈസ്ഡ് പേഴ്സൺസ് മാത്രമേ ഇവിടെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആൻസർ ബി ആണ്. കോൺഫിഡൻഷ്യാലിറ്റി മീൻസ് നമ്മൾ ഒരു പേഷ്യൻ്റ് ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമ്മൾ ആർക്കും പറയാതെ പ്രൈവറ്റായിട്ട് കീപ്പ് ചെയ്യുന്നു. അതിനാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പബ്ലിക്കായിട്ടോ വേറെ ആൾക്കാരായിട്ട് ഷെയർ ചെയ്യത്തില്ല, അതിന് പ്രൈവറ്റായിട്ട് വയ്ക്കും. ആൻസർ ബി ആണ്. ഓട്ടോണോമി മീൻസ് പേഷ്യൻ്റ് ഫ്രീഡം ഉണ്ട്, ഇഷ്ടമുള്ള കാര്യം പേഷ്യൻ്റ് ചോയ്സാണ്. എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം, ഏത് ഡോക്ടറെ കാണിക്കണമെന്നുള്ള ചോയ്സാണ്. വേറെ ഒപ്പീനിയൻ എടുക്കണം എന്നുള്ളത് പേഷ്യൻ്റെ ചോയ്സാണ്. അപ്പോൾ പേഷ്യൻ്റ് ആ ഫ്രീഡം കൊടുക്കണം. ആ ഫ്രീഡത്തിനാണ് നമ്മൾ ഓട്ടോണമി എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ഗുഡ് സ്റ്റാൻഡേർഡ് മീൻസ് ഏറ്റവും നല്ലൊരു കെയറിനാണ് ഗുഡ് സ്റ്റാൻഡേർഡ് പറയുന്നത്, ക്വാളിറ്റി കെയർ. കോമ്പാക്ട് മെഡിക്കൽ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ യുദ്ധ സമയത്തൊക്കെ നടക്കുന്ന മെഡിക്സിൻ്റെ റോളാണ്. അവരാദ്യം ചെയ്യുന്നത് ഫസ്റ്റ് എയ്ഡാണ്. അപ്പോൾ ബേസിക്കലി ഒരു യുദ്ധ സമയത്തുള്ള സിറ്റുവേഷനിലാണ് പറയുന്നത്. ആൻസർ ബി ആണ്. അവർ ഫസ്റ്റ് എയ്ഡ് സർവീസാണ് കൊടുക്കുന്നത്. പ്രീകോഡിയൽ തമ്പ്, പണ്ട് നമ്മൾ ചെസ്റ്റിൽ ഇങ്ങനെ ഒരു തട്ടുമായിരുന്നു, ഒരു പിസ്റ്റ് വെച്ചിട്ട് നമ്മൾ ചെസ്റ്റിൽ തട്ടിയിട്ട് ഹാർട്ട് അറ്റാക്ക് നോക്കുമായിരുന്നു. ഇപ്പോൾ നമ്മളത് ചെയ്യാറില്ല. അപ്പോൾ ആൻസർ ബി ആണ്. ഇപ്പം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ആൻസർ ബി ആണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് നോക്കുക, നോക്കിയിട്ട് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലിൽ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് റെഫർ ചെയ്തിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താൻ നോക്കുക. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു വെരി മച്ച്. സ്റ്റോപ്പ് ചെയ്യാം.